അല്ല, പെരിന്തൽമണ്ണക്കാരല്ല സ്വപ്നം കാണുന്നത്. പെരിന്തൽമണ്ണക്കാർ യാഥാർത്ഥ്യമാണ് കാണുന്നത്. സ്വപ്നം ഞാൻ കാണുന്നു, അത് പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കുന്നു. നമ്മൾ ഓരോന്ന് തുടങ്ങുന്ന സന്ദർഭത്തിലും നിങ്ങൾക്കറിയില്ലേ, എത്ര വലിയ ശക്തമായ തീരുമാനങ്ങൾ എടുത്താണ് നമ്മൾ പോയത്. ആ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ചെറിയ കാര്യം ഞാനിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പ്രചരണം ശക്തമായി നജീബ് കാന്തപുരം താങ്കൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ കരിങ്കല്ലത്താണിയിൽ വന്ന് ഒരു ആരവമെന്ന് അല്ല പറയേണ്ടത്, പ്രവർത്തകർ ആവേശത്തിലാണ് ഇപ്പോൾ ശരിക്കും. അപ്പൊ ഇനിയിപ്പോ അവസാന ഘട്ടത്തിലേക്ക് പ്രചരണം കിടക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഇനി ഉള്ള പ്രചരണ രീതി? ഇന്ന് UDFന്റെ ഉരുക്ക് കോട്ടയായിട്ടുള്ള ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള ആലിപ്പറമ്പിലൂടെയാണ് ഞങ്ങൾ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ആലിപ്പറമ്പിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് ഇപ്പം മണലായി എത്തിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണുള്ളത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് UDFന് വോട്ട് ചെയ്യണം എന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം വളരെ വ്യക്തതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ വ്യക്തത നമ്മൾ കൂടുതൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാക്കാൻ വേണ്ടി അവരൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രചരണത്തിലൊക്കെ ഞങ്ങൾ കാണുന്ന ഞങ്ങളെ നേതാക്കന്മാർക്കൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസം, പൂർണ്ണമായും പ്രവർത്തകർ ഇറങ്ങിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫീൽഡ് വർക്കിലാണ് എല്ലാവരും ഉള്ളത്. ഇനി ഞങ്ങൾ തന്നെ ഒരു പൊതുപരിപാടികളിലേക്കല്ല, ഞങ്ങളുടെ ശ്രദ്ധ ബൂത്തുകളിലേക്കാണ്. തീർച്ചയായിട്ടും വളരെ നല്ല വിജയം, പ്രത്യേകിച്ച് ആലിപ്പറമ്പിൽ നിന്ന് അപ്രതീക്ഷിതമായ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വനിതാ ലീഗിന്റെ ദേശീയ ഭാരവാഹി രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സൈബർ പോരാളികൾ എന്ന് പറയുന്ന സൈബർ ഹാൻഡിലുകളിൽ അത് പരാജയത്തിന്റെ ആക്കം കൂട്ടും എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നു. പക്ഷെ അത് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അത്തരം വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചാരണ ചൂടിന്റെ ഈ മൂർധന്യാവസ്ഥയിലേക്ക് അതൊക്കെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ നേതാക്കന്മാർ മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ വനിതാ ലീഗിന്റെ മുമ്പുണ്ടായിരുന്ന ഒരു നേതാവ് പത്രസമ്മേളനം കൊടുത്ത് പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുന്നതിൽ തന്നെ എന്തൊരു അനൗചിത്യാണുള്ളത്. എന്താ വെച്ചാൽ CPM എന്നത് അങ്ങനെ പെടപെടാ വീഴുകയാണ്. സുധാകരൻ മുതൽ താഴേക്ക് നിങ്ങൾ നോക്കൂ, PK ശശി വരെയുള്ള വലിയൊരു നേതൃവ്യൂഹം തന്നെ മറുപക്ഷത്ത് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഒരു വനിതാ ലീഗിന്റെ നേതാവ് പത്രസമ്മേളനം നടത്തിയതിനെ കുറിച്ചും അവര് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതൊന്നും ഒരു തെരഞ്ഞെടുപ്പില് ഒരു ചർച്ച പോലും അല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച പിണറായി വിജയന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ്, പ്രത്യേകിച്ച് യുവജനങ്ങള്, വിദ്യാർത്ഥി നേതാക്കന്മാര്, വനിതാ നേതാക്കന്മാർക്കൊക്കെ ഏറ്റവും നല്ല ഒരു പ്രാതിനിധ്യം നൽകിയിട്ടുള്ള ഒരു കാലം. അത് നല്ല പോസിറ്റീവായി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയം തന്നെയാണല്ലോ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അപ്പൊ അതിൽ വേറെ ഒരു കാര്യത്തിനും മാനദണ്ഡമില്ല. ഇപ്പൊ നമ്മൾ ജ്യേഷ്ഠനും അഞ്ചനും മത്സരിക്കും തെരഞ്ഞെടുപ്പിൽ, കാരണം അതിൽ രാഷ്ട്രീയമാണുള്ളത്. വീട്ടിൽ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥലത്ത് അത്തരം മത്സരങ്ങൾ നടക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ട് UDF തൂത്തുവാരുന്ന എന്ന് പറഞ്ഞാൽ 100ലേറെ സീറ്റുമായിട്ട് തന്നെ അധികാരത്തിൽ വരുന്ന ക്ലീൻ സ്വീപ്പ് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞല്ലോ, ബൈപ്പാസ് UDF അധികാരത്തിൽ വന്നാൽ ഉറപ്പു പറഞ്ഞു. പിന്നെ IT പാർക്ക്, ഒരുപക്ഷെ നജീബ് കാന്തപുരത്തിന്റെ സ്വപ്നങ്ങളും ദീർഘവീക്ഷണവും ഒക്കെ ഈ നാടിന് ഏറ്റവും ഉപകരിക്കുന്നൊക്കെ തരത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ നാട്ടുകാർക്ക് ഇനി ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ തന്നെ പറയുന്നു, ജയിച്ചു കഴിഞ്ഞു, UDF 100ന് മേലെ സീറ്റ് കിട്ടും, അധികാരത്തിൽ വരുമെന്ന്. അപ്പൊ ഈ നാട്ടുകാർക്ക്, പെരിന്തൽമണ്ണക്കാർക്ക് ഇനി സ്വപ്നം കണ്ടു തുടങ്ങാം, ഇതൊക്കെ ബലിക്കാനുള്ളതാണ്. അല്ല, പെരിന്തൽമണ്ണക്കാരല്ല സ്വപ്നം കാണുന്നത്, പെരിന്തൽമണ്ണക്കാർ യാഥാർത്ഥ്യമാണ് കാണുന്നത്. സ്വപ്നം ഞാൻ കാണുന്നു, അത് പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കുന്നു. നമ്മൾ ഓരോന്ന് തുടങ്ങുന്ന സന്ദർഭത്തിലും നിങ്ങൾക്കറിയില്ലേ, എത്ര വലിയ ശക്തമായ തീരുമാനങ്ങൾ എടുത്താണ് നമ്മൾ പോയത്. ആ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ചെറിയ കാര്യം ഞാനിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞതൊന്നും അതിശയോക്തിപരമായിട്ടുള്ളൊരു കാര്യമല്ല. IAS അക്കാഡമി പെരിന്തൽമണ്ണയിൽ സ്ഥാപിക്കാൻ കഴിയുകയും അത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ നിസ്സാരമായ ചെറിയ കാര്യങ്ങളാണ്. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 10,000 ആളുകൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. 100 സംരംഭങ്ങൾ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മണ്ഡലത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ തുടങ്ങിയ വലിയ സംരംഭങ്ങൾ ഇന്ന് ഏറ്റവും ശ്രദ്ധ നേടുന്ന ഒരു കാലത്ത് ഇതൊക്കെ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 10,000 സ്ത്രീകളിലേക്ക് നമ്മളൊരു വരുമാനം എത്തിക്കാൻ സാധിക്കുന്ന 5 കൊല്ലമായിരിക്കുന്നു. അതുപോലെ തന്നെ IT പാർക്കിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, 97 IT കമ്പനികൾ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അറിയോ? ഞാനത് മുഴുവൻ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയും 6 മാസം മുമ്പ് നമ്മുടെ IAS അക്കാഡമിയിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് വിളിച്ച് ചേർത്തപ്പോഴാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്രയും IT കമ്പനികൾ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു 3 ടയർ സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു കുടക്കീഴിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സമയം വരുമ്പോൾ നിരവധിയായിട്ടുള്ള അഭ്യസ്തവിദ്യരായ കുട്ടികൾ കേരളം വിടാതെ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഇതൊക്കെ സാധ്യമാകുന്ന കാര്യമാണ്, നമുക്ക് സാധ്യമാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഒരു പുതിയ എക്കോണമി പെരിന്തൽമണ്ണയിൽ രൂപപ്പെടും. ഇപ്പോൾ നമ്മൾ പല കാരണങ്ങളാൽ നമ്മുടെ വ്യാപാരികൾക്കും ആളുകൾക്കും ഒരു സ്പെൻഡിങ് കുറയുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്, വരുമാനം കുറയുന്നതിൻ്റെ പ്രശ്നങ്ങളിലെ പ്രധാനം ഗൾഫിലെ ആഘാതമാണ്. ഇനി നമ്മൾ അതിനെ ഒരു പാരലൽ ഇക്കോണമി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഇവിടെ തന്നെ റിവോൾവിംഗ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇന്ത്യ പോലെ ഒരു വിപുലമായ മാർക്കറ്റിലേക്ക് ആവശ്യമായ പ്രൊഡക്ഷനിലെ ചെറിയൊരു പങ്ക് കേരളത്തിൽ വഹിക്കാൻ കഴിയുമ്പോൾ അത് പെരിന്തൽമണ്ണയ്ക്ക് സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. അത് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ വഴിനീളങ്ങൾക്ക് ഒരു കാഴ്ച കാണാൻ പറ്റും. വെക്കേഷൻ തുടങ്ങുമ്പോൾ കുട്ടി സംരംഭകർ അല്ലേ, കുട്ടി കച്ചവടക്കാർ അല്ലേ, അതൊരു ചെറിയ കാര്യമല്ല. അത് അവരുടെ DNA-ക്കകത്ത് ഒരു കച്ചവടക്കാരനുണ്ട്. അത് പൊലിപ്പിച്ചെടുത്താൽ മതി, നമുക്ക് ഇഷ്ടം പോലെ നല്ല ഓണ്ടർപ്രണേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമ്മുടെ ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. എന്തായാലും ശ്രമങ്ങളെല്ലാം വിജയിക്കട്ടെ. ഒരുപക്ഷെ നജീബ് കാന്തപുരം ആദ്യം വരുമ്പോൾ ഈ നാട്ടുകാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് ആശയങ്ങളുള്ള ആളാണെന്നുള്ള കാര്യം അത്ര പെട്ടെന്ന് പിടിയില്ലായിരുന്നു. സാവധാനമാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ എടുത്തിട്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട IAS അക്കാദമിയൊക്കെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഇത് എങ്ങനെ നടപ്പാവുമെന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മളോട് തന്നെ പറഞ്ഞിട്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന്. പക്ഷെ അതൊക്കെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും പെരിന്തൽമണ്ണയ്ക്ക് വരുമെന്ന് പെരിന്തൽമണ്ണക്കാർക്ക് വിശ്വസിക്കാം. അത് അദ്ദേഹത്തിന്റെ ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം VD സതീശൻ വന്ന് പറഞ്ഞ കുറെ ഉറപ്പുകളുണ്ട്. ഏതായാലും അതൊക്കെ സാധ്യമാകട്ടെ. ഇപ്പോൾ അടിയൊഴുക്കുകളെ കുറിച്ചൊക്കെ പലരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെ ഒഴുക്കുണ്ടെങ്കിലും ഒരുപക്ഷെ താങ്കളുടെ ആത്മവിശ്വാസം, പ്രവർത്തകരുടെ ആത്മവിശ്വാസം അത് വിജയത്തിലെത്തുകയാണെങ്കിൽ നാടിന് ഉപകാരപ്പെടുന്ന തരത്തിലാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.